ഹായ് ഹലോ വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ എക്സാം സ്ട്രാറ്റജീനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ SSC എക്സാംസുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അധികം താമസമൊന്നുമില്ല അത് വരാനായിട്ട്. ഫോർ എക്സാമ്പിൾ CGL എക്സാം ആണെങ്കിൽ ഇനി അതിന് 2 മാസവും കൂടി ഉള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ കാലയളവിൽ നമുക്ക് എങ്ങനെ പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും, എങ്ങനെ തന്ത്രപരമായിട്ട് വരുന്ന മത്സര പരീക്ഷകളെ നേരിടാൻ സാധിക്കും, അതിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം CGL ഇനി 2 മാസവും കൂടെ ഉള്ളൂ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് പഠിക്കാനുള്ളൂ. എന്നാൽ നമുക്ക് ഒരുപാട് ഇരുന്ന് വിസ്തരിച്ച് പഠിക്കാനുള്ള സമയമുണ്ടോ? ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, അതായത് ഇപ്പോൾ ഒരു സിലബസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിക്ക് മൊത്തം പഠിക്കുക അതിനുള്ളൊരു സമയം നമുക്കിനി ഉണ്ടോ? ഇല്ല, വളരെ കുറവാണ്. അപ്പോൾ ഇനി എങ്ങനെ ടെക്നിക്കലായിട്ട് എക്സാമിന് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഒരു സ്മാർട്ട് വർക്കിലൂടെ എങ്ങനെ നമുക്ക് എക്സാം സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാമെന്നാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് CGL ഒരു പ്രീവിയസ് ഇയർ, അതായത് 2024 ഒരു സിലബസ് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കാം. കാരണം നമുക്ക് ഒരു എക്സാമിന് പോകുമ്പോൾ എന്താണ് വേണ്ടത്? നമുക്ക് കറക്റ്റായിട്ടൊരു പ്ലാനിങ് വേണം. പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് ആ എക്സാം എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം പഠിക്കാം, എല്ലാം പഠിക്കണമെന്ന്. പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ ഇതെല്ലാം അറിയണമെങ്കിൽ നമുക്ക് നല്ലൊരു പ്ലാൻ വേണം. ഇപ്പോൾ നമ്മുടെ എക്സാമിന് ടൈം എത്രയാണ്, അതിന് മാർക്ക്, നെഗറ്റീവ് കാര്യങ്ങൾ എങ്ങനെയാണ് എക്സാമിന് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി വൈസുള്ള കട്ട് ഓഫ് കാര്യങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? അതായത് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ ഗെയിം യു വിൽ നോട്ട് പാനിക് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു മത്സരം അതെന്താണ്, അതിൻ്റെ രീതികൾ എന്താണെന്ന് അറിയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ പേടിക്കില്ല. അങ്ങനെ പേടിക്കാത്ത രീതിയിൽ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല ഒരു പ്ലാനിങ് വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ പ്ലാനിങ് എങ്ങനെയാണ് വേണ്ടത്? ഒരു കുട്ടിയുടെ പഠിക്കാനുള്ള കഴിവും മറ്റ് കലാപരമായിട്ടുള്ള കഴിവും രണ്ടും രണ്ടാണ്. അപ്പോൾ അതനുസരിച്ചൊരു പ്ലാൻ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കതനുസരിച്ച് പഠിച്ച് ഒരു ഡിസിപ്ലിനായിട്ട് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസിയോട് കൂടി പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ എക്സാമിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. എങ്ങനെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു എക്സാം സ്ട്രാറ്റജി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ചെറിയൊരു ബ്രീഫ്, ഒരു എക്സാമ്പിൾ. ഇപ്പോൾ SSC എക്സാമിന് ടൈ 1, ടൈ 2, ടൈ 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Tier 1 കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കാം. ഇപ്പോൾ നമ്മൾ സിലബസ് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് കട്ട് ഓഫിൻ്റെ കാര്യത്തിലേക്ക് അത് ഒന്ന് നമുക്ക് ആലോചിക്കണം. ഇപ്പോൾ ഇത് നോക്കുക, പ്രീവിയസ് കട്ട് ഓഫുകളാണ്. അതായത് UR കാറ്റഗറി, OBC കാറ്റഗറി, EWS, SC, ST എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഓരോ വിഭാഗങ്ങൾക്കും ഓരോരോ കട്ട് ഓഫുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ഓഫ് എത്രയാണെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. നമുക്ക് എവിടെ നിന്നൊക്കെ എത്രയൊക്കെ മാർക്ക് വേണം. അതായത് ഇപ്പോൾ ഓരോ സബ്ജക്റ്റിനും ഓരോ സ്റ്റുഡൻറ്റിനും അതായത് പാടുള്ള സബ്ജക്റ്റുകളുണ്ട്, എളുപ്പമുള്ള സബ്ജക്റ്റുകളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ മാർക്ക് സ്കോർ എവിടെ നിന്ന് എങ്ങനെ ചെയ്യണമെന്ന്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മാർക്ക് അനുസരിച്ചാണ്. നമ്മുടെ കട്ട് ഓഫ് അതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് പറയാൻ എളുപ്പത്തിന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കട്ട് ഓഫ് എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ST കട്ട് ഓഫ് എന്ന് പറയുന്നത് എന്താണ്? 111. ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് 110 നിങ്ങൾ എടുത്തോ. അപ്പോൾ 110 കട്ട് ഓഫ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ 110 കട്ട് ഓഫിലേക്ക് എളുപ്പത്തിൽ നമുക്ക് എത്താം? നമുക്ക് നോക്കാം. അതായത് SSC എക്സാമിന് 4 ടോപ്പിക്കുകളാണ് ഉള്ളത്. ഏതൊക്കെയാണത്? ജനറൽ അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ 4 ടോപ്പിക്കാണുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കിനകത്തൊക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ, സിലബസ് ഇതിനകത്ത് തന്നിരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് മാത്സ് നല്ല പാടായിരിക്കും, എന്നാൽ ചിലവർക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അവയർനെസ് നല്ല സിമ്പിളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ 4 ടോപ്പിക്കുകളുണ്ടല്ലോ, ഈ 4 ടോപ്പിക്കുകളുടെ ഡിഫിക്കൽറ്റി അനുസരിച്ച് നമുക്ക് തിരിക്കാം. ഇപ്പോൾ 4 ടോപ്പിക് ഉണ്ട് എന്ന് പറഞ്ഞു. ഓരോ ടോപ്പിക്കിനും 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. 25 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 25 ക്വസ്റ്റ്യനകത്ത് ഡിഫിക്കൽറ്റി കൂടിയതും ഡിഫിക്കൽറ്റി കുറഞ്ഞതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പഠിക്കാൻ പാടുള്ളൊരു ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇനി അധികം പഠിച്ച് സമയം കളയാൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും സിമ്പിളായിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസസ് ഉള്ള ടോപ്പിക്കുകൾ പഠിച്ചു പോകുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം, ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓരോ ടോപ്പിക്കിലൂടെ കടന്നു പോവാം, എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള രീതി എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് നോക്കാം. ഏകദേശം ഒരു 38 ടോപ്പിക്കുകളോളം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് പഴയൊരു സിലബസ് ആണ്, ഇതിനകത്ത് കുറച്ചൊന്നും അടങ്ങിയിട്ടില്ല. അതായത് ചില ടോപ്പിക്കുകൾ ഇതിനകത്ത് വന്നിട്ടില്ല, ചില ടോപ്പിക്കുകൾ ഒഴിവാക്കിയിട്ടുമുണ്ട്. അപ്പോൾ
ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മാത്സ് 25 ക്വസ്റ്റ്യൻ മാത്സ് ചോദിക്കുമെങ്കിൽ അതിനെ നമുക്ക് ഡിഫിക്കൽട്ടി കൂടിയതും ഡിഫിക്കൽട്ടി കുറഞ്ഞുമായിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ രണ്ടായിട്ട് തിരിക്കാം. ഡിഫിക്കൽട്ടി അനുസരിച്ച് ക്വസ്റ്റ്യൻസിനെ തിരിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡിഫിക്കൽട്ടി കൂടിയ ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ ട്രിഗ്നോമെട്രി, ഓൾജിബ്ര എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ടി കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ഇഷ്ടത്തോടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് സമയം എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഡിഫിക്കൽട്ടി കുറഞ്ഞ ചില ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക് പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. നമുക്ക് എഫോർട്ട് കുറച്ചെടുത്താൽ മതി. ഇപ്പോൾ എഫോർട്ട് കൂടി ഒരുപാട് എടുത്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് തന്നെ വെറുത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് മാത്രം തിരഞ്ഞെടുത്ത് അത് മാത്രം പഠിക്കുകയാണ് ഇന്നിവിടെ ചെയ്യുന്നത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻ മാത്സിന് ചോദിക്കുമെങ്കിൽ ഡിഫിക്കൽട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് മാറ്റി നിർത്തിയിട്ട് ഡിഫിക്കൽട്ടി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നോക്കാതെ ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ മാത്സിൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഓൾ നമ്പേഴ്സ്, ഡെസിമൽസ്, ഫ്രാക്ഷൻസ്, അതേപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട്, ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ആവറേജ്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ഏകദേശം ഒരു 10 to 15, 25 ക്വസ്റ്റ്യനകത്ത് എങ്ങനെ പോയാലും ഇതേപോലെ ഡിഫിക്കൽട്ടി കുറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചും കൂടെ പാടാണ്. അപ്പോൾ അതും ഇതൊരു കമ്പാരിസൺ നടത്തി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അതായത് 25 ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇല്ലാത്ത ഒരു പേപ്പർ പോലും ഇല്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ 25 ക്വസ്റ്റ്യൻ, മാത്സിൻ്റെ 25 ക്വസ്റ്റ്യനകത്ത് സിമ്പിളായിട്ട് പഠിക്കാൻ എളുപ്പത്തിന്, അതേപോലെ തന്നെ അധികം നമുക്ക് ഇനി സമയമില്ലാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 15 ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പഠിക്കാൻ പാടുള്ള ഒരു കുട്ടിയാണെങ്കിലും ഇനി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വർക്കിലൂടെ നമുക്ക് അപ്രോച്ച് ചെയ്യാം അതിനെ. ഇനി നമുക്ക് സമയം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്ക് മൊത്തം പഠിച്ചിട്ട് പോകാം. പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. നമ്മുടെ കയ്യിൽ ഇനി 2 മാസവും കൂടെ ഉള്ളൂ. അപ്പോൾ ആ കാലയളവിനുള്ളിൽ എങ്ങനെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു 10 to 15 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 15 ക്വസ്റ്റ്യൻ ഇതേപോലെ ഡിഫിക്കൽട്ടി കുറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തിയെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വിട്ടേക്ക്. നിങ്ങൾ ഈ ഒരു ഡിഫിക്കൽട്ടി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക, അത് മാത്രം സ്പോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയെന്ന് വിചാരിക്കുക. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചിട്ടാണ്. അങ്ങനെ 100 ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ചാകുമ്പോഴത്തേക്ക് 200 മാർക്ക് നിങ്ങൾ കയറി. അപ്പോൾ ഇവിടെ ഒരു 15 ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡിഫിക്കൽട്ടി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു, 15 എണ്ണം നിങ്ങൾ ശരിയാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ 15 × 2 എത്രയാണ്? 30 മാർക്ക് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി. 15 × 2 30 മാർക്ക് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ എത്രയാണ് വേണ്ടത്? അത് എസ് ടിയുടെ കട്ട് ഓഫാണ് നമ്മൾ പറഞ്ഞത്. 110 കട്ട് ഓഫ് നമുക്ക് വേണ്ടത്. അപ്പോൾ 110 നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? നമുക്കിനി എത്ര മാർക്കും കൂടെ വേണം? നമുക്കിനി 80 മാർക്ക് കൂടെയാണ് സ്കോർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ 30 മാർക്ക് നമുക്ക് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് തന്നെ കിട്ടി. എങ്ങനെ കിട്ടി? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എടുത്ത് പഠിച്ച് അത് തന്നെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ചു. ബാക്കി ഒന്നിലേക്ക് നമ്മൾ പോയില്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ്, ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് 15 ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ആക്കി നമ്മൾ 30 മാർക്ക് മേടിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തതാണ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ റീസണിങ്ങിലും 25 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ 25 ക്വസ്റ്റ്യന് നമുക്ക് ഡിഫിക്കൽട്ടി അനുസരിച്ച് ക്വസ്റ്റ്യൻ പാടുള്ള ക്വസ്റ്റ്യൻ മാറ്റി നിർത്തിയിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന അനലോഗീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, ബ്ലഡ് റിലേഷൻ, ഡയറക്ഷൻ, ഡൈസ്, ക്ലോക്ക്, മിറർ ഇമേജസ്, ഈ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അതേപോലെ ഡിഫിക്കൽട്ടി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കാതിരിക്കില്ല. എല്ലാ ഇയറും ചോദിക്കുന്നതാണ്. ഇങ്ങനെ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻസും വരില്ല. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും സംഭവം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന്. അപ്പോൾ ഇത് മാത്രം ഇരുന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും ഒരു 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ 15 × 2 ഇവിടെയും 30 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ 30 60 മാർക്കായി. നിങ്ങൾക്ക് വേണ്ടത് 110 കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ റീസണിങ്ങിനകത്തും അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് മാറ്റി. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും നമുക്ക് 25 ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ ഡിഫിക്കൽട്ടി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തിരഞ്ഞെടുത്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സെൻറ്റൻസ് കറക്ഷൻ, എറർ സ്പോട്ടിംഗ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, സിനോണിംസ്, ആൻറ്റോണിംസ്, ആക്റ്റീവ് പാസീവ്, അതേപോലെ സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. ഇപ്പോൾ ഒരു ഇഡിയത്തിൻ്റെ കാര്യം പറയട്ടെ. ഇഡിയം എന്നൊക്കെ പറയാൻ നമുക്കൊരു ഗസ് ചെയ്യാനേ പലപ്പോഴും പറ്റാറുള്ളൂ. പക്ഷേ ഇതൊക്കെ എന്ന് പറയാൻ നമുക്ക് പിന്നെ ശരിയാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഡിഫിക്കൽട്ടി കുറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് സിലബസിനകത്ത് എല്ലാം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു പഴയൊരു സിലബസ് ആണ്, അതെടുത്ത് ഇവിടെ ഇട്ടതാണ്. ഈ തവണത്തെ നമ്മുടെ സിലബസ് വന്നാൽ മാത്രമാണ് അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കാണ് ഉള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ സംഭവങ്ങൾ എല്ലാവരും ഇല്ലാതെ ഒരു സിലബസ് തുറക്കില്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫിക്കൽട്ടി കുറഞ്ഞ ക്വസ്റ്റ്യൻസ് എടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു 15 മാർക്ക് അല്ലെങ്കിൽ 15 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയെങ്കിൽ
15 × 2 30 മാർക്ക് ഇംഗ്ലീഷിൽ സ്കോർ ചെയ്യാൻ പറ്റി. ഇപ്പം നിങ്ങൾക്ക് എത്ര മാർക്കായി? 90 മാർക്കായി. 3 സബ്ജക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 90 മാർക്ക് കയറി വന്നിട്ടുണ്ട് അല്ലേ? കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടത് എത്രയാണ്? 110 മാർക്കാണ്. ഇപ്പോൾ 90 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുക. നിങ്ങൾക്ക് ഇനി എത്ര മാർക്കോടെ ക്ലിയർ ചെയ്യാൻ വേണം? 20 മാർക്ക് കൂടെ മതി. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. നോക്കുക, ജനറൽ അവയർനെസ്. ഇപ്പോൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കുക, ഇപ്പോൾ സയൻസ് സംബന്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഡിഫൻസിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി, ഓപ്പറേഷൻ സിന്ധു. അപ്പോൾ അതിൽ തന്നെ നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ ഡിഫൻസ് സിസ്റ്റംസ് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ആകാശ് മിസൈൽ, അതുപോലെ തന്നെ സുദർശൻ 400, INS വിക്രാന്ത്, റഫേൽ, ബ്രഹ്മോസ് മിസൈൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്? ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ മിസൈലൊക്കെ ആണെങ്കിൽ തന്നെ സർഫസ് ടു എയർ ആണോ, അല്ലെങ്കിൽ എയർ ടു എയർ മിസൈലാണോ? ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് മാത്രം സ്പോട്ട് ചെയ്ത് നിങ്ങൾ കറണ്ട് അഫയേഴ്സ് നോക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അതായത് ഇപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറിലൊക്കെ വരുന്ന കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് കൂടുതലും എക്സാമിന് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ് നിങ്ങളൊരു ശീലമാക്കി കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഡിഫൻസിലാണെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ സയൻസിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം, ഇപ്പം നമ്മുടെ ചന്ദ്രയാൻ മിഷൻ, അതേപോലെ ആദ്യത്തെ L1. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നതെന്ന് ഒരു PYQ കൂടെ നോക്കുമ്പോൾ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അവയർനെസ്സിനകത്ത് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്പോട്ട് ചെയ്യുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ബുക്ക് ആൻഡ് ഓതേഴ്സ്, അതായത് ഈ ബുക്കിൻ്റെ പേരെന്താണ്, ഇത് ആരെഴുതിയ ബുക്കാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ അടുത്ത് നമുക്ക് ഇൻ്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയ ഒരു വനിതയുണ്ട്. അപ്പോൾ അവരുടെ പേരെന്താണ്, ആ ബുക്സിൻ്റെ പേരെന്താണ്, വനിതയുടെ പേരെന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കാൻ ഒരുപാട് ചാൻസസ് ഉള്ളതാണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നോക്കിയാൽ മാത്രമേ നമുക്ക് അത് ചോദിക്കാൻ ചാൻസസ് ഉള്ളതാണോ, അതേപോലെ PYQ നോക്കിയാലാണ് എവിടെ നിന്നൊക്കെയാണ് ഇതിന് മുമ്പ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതങ്ങനെ. ഇനി ഇമ്പോർട്ടൻറ്റ് സ്കീംസ്, ഇപ്പോൾ ഗവൺമെൻറ് തന്നെ PMJY അല്ലെങ്കിൽ PM കിസാൻ, ഇങ്ങനെയുള്ള പല പല സ്കീമുകളുണ്ട്. അപ്പോൾ ഈ സ്കീമുകളെ പറ്റിയൊക്കെ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കി പഠിക്കുക, ഇന്ന സ്കീം ഇന്ന കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ നമ്മൾ 25 ക്വസ്റ്റ്യൻ ഇതിനകത്ത് നിന്നും അവയർനെസ്സിൽ നിന്ന് വരികയാണെങ്കിൽ ഇതേപോലെ ചോദിക്കാൻ ചാൻസസ് ഉള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, പ്രധാനപ്പെട്ട ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 6 മാസം മുമ്പ് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് മിക്കപ്പോഴും ചോദിക്കുന്നത് SSCക്ക് ആണെങ്കിൽ ഒരു 6 മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടതും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു വർഷത്തേക്ക് പഠിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത് നോക്കി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ ഉള്ളത് ചില ഗെയിംസ്. ഇപ്പോൾ ഗെയിംസിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ഇപ്പോൾ ഗാംബിറ്റ് എന്നൊക്കെ പറയുന്ന ഓരോരോ ടേംസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോ ഗെയിംസിന് പറയുന്ന മറ്റൊരു പേരുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള പേരുകൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ഫെസ്റ്റിവൽസ്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിൽ ഓരോരോ ഫെസ്റ്റിവലുകളുണ്ട്. അപ്പോൾ ആ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണെന്നൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അവയർനെസ്സിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫിക്കൽട്ടി കുറഞ്ഞുള്ള ക്വസ്റ്റ്യൻസും കൂടിയ ക്വസ്റ്റ്യൻസും നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതനുസരിച്ച് ഡിഫിക്കൽട്ടി കുറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. നമുക്കത് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകും, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിലാണ് നമ്മൾ എങ്ങോട്ട് പോകേണ്ടത്, അടുത്ത പാടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോകേണ്ടത്. അപ്പോൾ 2 മാസത്തിൽ നമ്മൾ ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യണമെന്നാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെയും ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് നമുക്കിങ്ങനെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി അത് തന്നെ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയായി? ഇവിടെയും 15 ക്വസ്റ്റ്യൻ ശരിയാക്കുകയാണെങ്കിൽ 15 × 2 30 മാർക്ക് ഇവിടെയും നമ്മൾ സ്കോർ ചെയ്തു. ഇപ്പം മൊത്തം ടോട്ടൽ എത്ര മാർക്കായി? 4 ടോപ്പിക്കിൽ നിന്നും 120 മാർക്ക്, 4 ടോപ്പിക്കിൽ നിന്നും 120 മാർക്ക് നിനക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ കട്ട് ഓഫ് 110 ആണെങ്കിൽ ആ കട്ട് ഓഫിനേക്കാളും 10 മാർക്ക് മുന്നെയാണ് നീ നിൽക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എക്സാമിന് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യം എക്സാം എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ സിലബസ് മനസ്സിലാക്കുക. അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, നിൻ്റെ കട്ട് ഓഫ് എത്രയാണ്, നീ എന്ത് സ്ട്രാറ്റജിയാണ് മേക്ക് ചെയ്യേണ്ടത്, നിൻ്റെ പഠിക്കാനുള്ള ലെവൽ വെച്ചിട്ടാണ് സ്ട്രാറ്റജി മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വഴിയായിട്ട് നമുക്ക് നമ്മുടെ എക്സാം നന്നായിട്ട് എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ. കൂടാതെ ഇപ്പോൾ 110 മാർക്കാണ് കട്ട് ഓഫ് എങ്കിൽ കറക്റ്റ് 110 മേടിക്കാൻ നിൽക്കരുത്. അതിനുവേണ്ടി പ്ലാൻ ചെയ്യരുതെന്നാണ് ഞാൻ പറയുള്ളൂ. നിങ്ങൾ അതിന് മേലേക്ക് ഒരു 10 30 മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മേടിക്കുക. അതനുസരിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേരും കയറും. അതുപോലെ നിങ്ങളെ ഒരു ജോലിക്ക് വിളിക്കുന്നതിൻ്റെ സമയം കാലതാമസം കുറയുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ സിലബസിൻ്റെ ടൈം മാനേജ്മെൻറ്റിലേക്ക് ഒന്ന് പറയാം. നോക്കുക, ഇപ്പോൾ SSCക്ക് ഞാൻ പറഞ്ഞു 4 ടോപ്പിക്കാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? റീസണിങ്, അവയർനെസ്, ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. ഈ 4 ടോപ്പിക്കിൻ്റെയും ഡിഫിക്കൽട്ടി കുറഞ്ഞുള്ള ക്വസ്റ്റ്യൻ നോക്കിയെടുത്ത് അത് പഠിക്കേണ്ട കാര്യം, ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. അതേപോലെ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങൾ നോക്കുക, നമുക്ക് 1 hour ടോട്ടൽ ടൈം ഉള്ളത്, അതായത് 60 മിനിറ്റ് എന്ന് പറയും.
അപ്പോൾ 4 ടോപ്പിക്കിന് 60 മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ടോപ്പിക്കിന് 15 മിനിറ്റ് വെച്ച് കിട്ടും. ഒരു ടോപ്പിക്കിന് 15 മിനിറ്റ് വെച്ച് കിട്ടും. അങ്ങനെ 4 ടോപ്പിക്കിന് 4 × 15 60 മാർക്ക്, 60 മിനിറ്റ് അല്ലേ. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, അതായത് എനിക്ക് മാത്സ് പാടുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഞാൻ ടൈം മാനേജ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവയർനെസ്, അതായത് ജനറൽ അവയർനെസ് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ ആദ്യം പോയി ജനറൽ അവയർനെസ് അറ്റൻഡ് ചെയ്യും. അവയർനെസ് എനിക്ക് ഒരു 7 മിനിറ്റിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ അവയർനെസ്സിന് 15 മിനിറ്റ് എക്സാമിന് 15 മിനിറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവയർനെസ്സിന് 15 മിനിറ്റ് ഉണ്ടെങ്കിൽ 7 മിനിറ്റിൽ ഞാനത് അറ്റൻഡ് ചെയ്ത് തീർക്കുമെങ്കിൽ ആ 15 മിനിറ്റിൽ പോയിട്ട് 8 മിനിറ്റ് എനിക്ക് ബാലൻസ് ഉണ്ട്. 8 മിനിറ്റ് എനിക്ക് ബാലൻസ് ഉണ്ട്. 7 മിനിറ്റ് ഞാൻ അവയർനെസ്സിൽ മാറ്റി വെച്ചാലും ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ മാറ്റി വെച്ചാലും 8 മിനിറ്റ് എനിക്ക് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ 8 മിനിറ്റ് എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റായ മാത്സിലേക്ക് ഇട്ടു. അപ്പോൾ മാത്സിനും 15 മിനിറ്റ് തന്നെയാണോ 25 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 8 മിനിറ്റ് അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര 15 + 8 വന്നപ്പോഴത്തേക്കും 23 മിനിറ്റ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ടൈം മാനേജ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറേയും കൂടെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനും അത് കറക്റ്റ് ചെയ്യാനുള്ള എൻ്റെ ചാൻസസ് ഒരുപാട് കൂടി. അപ്പോൾ നമുക്ക് പാടുള്ള സബ്ജക്റ്റിന് കുറച്ച് ടൈം അലോട്ട് ചെയ്ത് വെച്ചിട്ട്, അതുപോലെ തന്നെ എന്താണ് ഇംഗ്ലീഷൊക്കെ എന്ന് പറയുമ്പോൾ ഞാനൊരു 11 മിനിറ്റ് 12 മിനിറ്റിലൊക്കെ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ 11 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ 4 മിനിറ്റ് പിന്നെ അവിടെ ബാലൻസ് കിട്ടി. അപ്പോൾ എനിക്ക് മാത്സിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡിഫിക്കൽറ്റി കുറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ റീസണിങ് ആണ്. മാത്സ് കഴിഞ്ഞാൽ പിന്നെ ഡിഫിക്കൽറ്റി ഉള്ളത് റീസണിങ് ആണ്. അപ്പോൾ ആ 4 മിനിറ്റ് റീസണിങ്ങിലേക്ക് കിട്ടും. അപ്പോൾ 15 + 4 വന്നപ്പോൾ 19 മിനിറ്റും കൂടെ എനിക്ക് അതിലേക്ക് ഇടാൻ പറ്റി, അലോട്ട് ചെയ്യാൻ പറ്റി, ടൈം മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഞാൻ അതിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ എക്സാം. ഇനി അടുത്ത കാര്യം, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നൊരു കുട്ടി മസ്റ്റായിട്ടും ഓരോ ദിവസം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്, മാത്സ് + റീസണിങ്. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്ത് പഠിച്ചേ പറ്റൂ. മറ്റ് സബ്ജക്റ്റ് പോലെയല്ല. അതായത് മാത്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ എത്ര പുലിയാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മറന്നു പോകാൻ ചാൻസസ് ഉണ്ട്. ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ളൊരു ആക്യുറസി, അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മാത്സ് + റീസണിങ് ഒരു ദിവസം മസ്റ്റായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് കേൾക്കാൻ ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു 20 ക്വസ്റ്റ്യൻസ് വെച്ച് പഠിച്ചാൽ മതി, ഒരുപാട് ബേർഡൻ കൊടുക്കണ്ട. അപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ജനറൽ അവയർനെസ്സിലുള്ള ചില ടോപ്പിക്കായിട്ടുള്ള ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ് ഇതെല്ലാം കറണ്ട് അഫയേഴ്സിൽ കയറി പൊക്കോളും. കാരണം കറണ്ട് അഫയേഴ്സ് മുൻനിർത്തിക്കൊണ്ടാണ് ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഈ സബ്ജക്റ്റുകൾ കറണ്ട് അഫയേഴ്സിൽ കയറി പൊക്കോളും. അതല്ലാതെ പൊതുവായിട്ടുള്ള അറിവുകളും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളതാണ് PYQ ചെയ്യുക എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ നിനക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ PYQ നോക്കുമ്പോൾ 4 ഓപ്ഷൻസ് ആണ് ഒരു ക്വസ്റ്റ്യനകത്തുള്ളത്. ഒരെണ്ണം ശരിയായിരിക്കും, മറ്റത് ഒരുപക്ഷെ തെറ്റായിരിക്കും, അല്ലെങ്കിൽ ആ പറയുന്ന മറ്റു ഓപ്ഷൻസ് അത് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൻ്റെ ആയിരിക്കും. അപ്പോൾ ആ മറ്റ് 3 ഓപ്ഷനിലേക്കും കൂടി നീ ഒന്ന് ശ്രദ്ധിക്കുക. അതിലേക്കും കൂടെ അതിൻ്റെ ഒരു ആൻസർ എന്താണ് എന്ന് തിരഞ്ഞ് പോകാനുള്ളൊരു ക്യൂരിയോസിറ്റി കാണിക്കുക. അപ്പോൾ ഒരേ സമയം 4 ടോപ്പിക്കാണ് നിന്റെ തലയിലോട്ട് കയറുന്നത് കറണ്ട് അഫയേഴ്സിൽ PYQ നോക്കുമ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ 3 കാര്യങ്ങൾ നീ ചെയ്യുന്ന വഴിയായിട്ട് ഏകദേശം ഒരു 50% നിനക്ക് നിന്റെ എക്സാമിൽ അതിനെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. നിനക്ക് എവിടെ നിന്നാണ് ഇത്, നമ്മൾ എക്സാമിന് മുമ്പ് എടുക്കുന്ന കുറച്ച് പ്ലാനിങ്ങുകളാണ്, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കാൻ പോകുന്ന ഒരു ആസ്പിരന്റ് എന്നും മുടങ്ങാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്തത് ചെയ്യേണ്ടതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റ് ഇല്ലാതെ നിങ്ങൾ എത്രമാത്രം പഠിച്ചിട്ടും യാതൊരു കാര്യമില്ല. കാരണം മോക്ക് ടെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ആൻസേഴ്സിൽ, അല്ലെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ആക്യുറസി കാര്യങ്ങൾ, നിങ്ങളുടെ ആൻസേഴ്സ് ഒരു ആക്യുറസി ഉണ്ടാവുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസുമായിട്ടുള്ള ഒരു പരിചയമൊക്കെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം മോക്ക് ടെസ്റ്റ് വഴിയായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം സെൻറ്ററിൽ എക്സാം എഴുതുന്നതിന് പോകുന്നതിന് മുമ്പായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് കൂടിയാണ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമുക്ക് എക്സാമിന് അത്യന്താപേക്ഷിതം തന്നെയാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ടൈം ടേബിൾ ആണ്. അപ്പോൾ കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ വെച്ച് പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസിയോട് കൂടി പഠിക്കണമെങ്കിൽ ഒരു ടൈം ടേബിൾ തന്നെ നമുക്ക് വേണം. ഇപ്പോൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. ഒരു 5-6 മണിക്കൂർ പോട്ടെ, ഒരു 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിക്കോ. ബാക്കിയുള്ള സമയം നിങ്ങൾ ബ്രേക്കും മാറ്റി വെച്ചിട്ട് ഒരു 6 to 8 hours പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നിങ്ങൾ അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒരു ദിവസം ഞാൻ ഇത്ര സബ്ജക്റ്റ് പഠിക്കും, ഇത്ര മണിക്കൂർ പഠിക്കും, ഇന്ന സബ്ജക്റ്റ് പഠിക്കുമെന്നൊക്കെ ഒന്ന് നിങ്ങളൊന്ന് അലോട്ട് ചെയ്യണം. ടൈം ഇതിനൊക്കെ വേണ്ടി ഒന്ന് അലോട്ട് ചെയ്ത് നല്ലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ ഒന്ന് രാവിലെ എണീറ്റ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, രാവിലെ ഒരു 5 മണി, ഒരു 5:30 ആകുമ്പോഴത്തേക്കും ഒന്ന് എണീക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു മെഡിറ്റേഷനോ എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ, നിങ്ങൾക്ക് ഫിസിക്കലിയും ഒരു സ്ട്രെങ്ത് ഉണ്ടാവും, മെൻ്റലിയും
നിങ്ങൾ ഓക്കെ ആയിരിക്കും നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ അങ്ങനെ എണീക്കുകയാണെങ്കിൽ ഇഫ് യു വിൻ ദ മോർണിംഗ് യു വിൻ ദ ഡേ എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് അങ്ങനെ എണീറ്റ് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയായിരിക്കും. അടുത്തതായിട്ട് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഇതില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് അത് ഡിസിപ്ലിനോടുകൂടി തന്നെ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ന് ചെയ്തു നാളെ കഴിഞ്ഞ് ചെയ്തില്ല മറ്റന്നാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഒരു കൺസിസ്റ്റൻസി ഇല്ല. അപ്പോൾ ഒരു ഡിസിപ്ലിനും ഒരു കൺസിസ്റ്റൻസിയും നിങ്ങളുടെ പഠനത്തിൽ കൊണ്ടുവരിക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം സ്ട്രാറ്റജി എങ്ങനെ പ്ലാൻ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഇപ്പോൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആണെങ്കിൽ പോലും ഏതാണ് എനിക്ക് പാടുള്ളത്, നിങ്ങളുടെ വീക്കും നിങ്ങളുടെ പോസിറ്റീവും നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അത് വെച്ച് തന്നെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുക. നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എക്സാമിനെ നന്നായി ഫേസ് ചെയ്യാൻ കഴിയുള്ളൂ, നന്നായിട്ടത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.